ഗൈസ്, അപ്പോൾ നമ്മുടെ മൂകാംബി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓടിപ്പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് മുകളിലെത്തിയതിന് ശേഷം ഇനിയിപ്പോൾ ട്രെക്കിങ്ങിന് പോകണം. അപ്പോൾ ട്രെക്കിങ്ങിന് പോണേക്കുമ്പായിട്ട് വാഷ്റൂമിൽ പോകേണ്ടവരൊക്കെ വാഷ്റൂമിൽ പോയി അങ്ങനെ എല്ലാവരും ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഗൈസ്, നമ്മൾ സർവജ്ഞപീഠത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുവഴിയാണ് ശങ്കരാചാര്യർക്ക് ദേവി എന്താടാ അതേ ഇവിടെ ഗൈസ്. ഇവിടെ എൻ്റെ വ്ളോഗ് കൊള്ളാക്കാൻ വേണ്ടി കുറേ പേരുണ്ട്. നോക്കടാ നോക്ക് നീ. അയ്യോ, അപ്പോൾ ശങ്കരാചാര്യർക്ക് ദേവി ശങ്കരാചാര്യരുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് സർവജ്ഞപീഠം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ട്രെക്കിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ സർവജ്ഞപീഠത്തിലോട്ട്. അവിടെ ഒരു അമ്പലത്തിലെ പോലെ ഒരു പ്രതിഷ്ഠ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. ഇവിടുത്തെ വ്യൂസൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. ഓഫ്, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് ശ്രദ്ധിക്കാൻ പറയണത് ഗൈസ്, ഇപ്പോൾ ചെരുപ്പ് തെറ്റെന്ന് പറയണത്. കാരണം ഇങ്ങനെ റബ്ബർ പോലത്തെ ചെരുപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിടുന്നില്ലെങ്കിൽ സ്ലിപ്പ് ആവുമല്ലോ, റബ്ബറിൻ്റെ ആകുമ്പോൾ പ്രത്യേകിച്ചും. ആക്ച്വലി ഷൂസ് ട്രക്കിങ്ങിൻ്റെ ഷൂസാണ് ഏറ്റവും ബെസ്റ്റ്. അതൊന്നും എടുത്തിട്ടുണ്ടായില്ല. കണ്ടു കണ്ടു ഗൈസ്, എൻ്റെ ഫാൻസാണ് ഗൈസ്. ഡേ ചെരുപ്പൂട്ട് ഗൈസ്, അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ നടത്തില്ലെങ്കിൽ നമ്മൾ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ വീഴാൻ പോയി. പിള്ളേർന്നല്ല കേട്ടോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളും വീഴും. വീണാൽ പിന്നെ പൊടി പോലും ബാക്കിയിട്ടില്ല. അപ്പുറത്ത് കൊക്കയാണ്. പിന്നെ കുളം കണ്ട ഗൈസ്, കുളം പോലത്തെ സംഭവം. പക്ഷെ നമുക്ക് അവിടെ ഇറങ്ങാനൊന്നും സമയം കിട്ടിയില്ല. അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് മോളിൽ കയറാനുകൊണ്ട് അങ്ങനെ പോയി. ഗൈസ്, അവിടെ ഒരു പാമ്പിനെ കണ്ടു ഗൈസ്. നമ്മൾ കണ്ടോ എന്ന് വെച്ച് ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ കുറേ പേര് വന്നിട്ടില്ലേ, അവരൊക്കെ മുകളിൽ പോയിട്ട് തിരിച്ചു വന്നവരാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ ജീപ്പ് കണ്ടില്ലേ കുറേ. അപ്പോൾ ഇതുപോലെ കുറേ പേര് പോയിട്ട് തിരിച്ചിറങ്ങുന്നവരുണ്ടാവും. നമ്മളിപ്പോൾ കയറുന്നുള്ളൂ. കുറേ പേര് മുണ്ടൊക്കെ എടുത്തുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്നാണല്ലോ നേരെ ഇങ്ങോട്ട്. പിടിച്ചോ, ഞാൻ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ പിടിച്ചാനാ. ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്? യാ, എന്താടാ പേടിപ്പിക്കണേ? നമ്മൾ പൊക്കോണ്ടിരിക്കണോ? അയ്യോ ചേട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ പോണ സമയത്ത് കാലൊക്കെ സ്ലിപ്പ് ആവാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ കയറിയാണ്. ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ സീനാണ്. എൻ്റെ അണക്കണ പട്ടി അണക്കണ പോലെയാണ് ഞാൻ അണക്കണേ. വെള്ളം കുടിക്കാണ്ട് ദൈവത്തിനോട് ചോണം ഇവിടെ. വിട്ടോ വിട്ടോ. മിക്കവാറും വച്ച വണ്ണൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഈ ട്രക്കിങ് ആയിരിക്കും. പക്ഷെ വെള്ളം കുടിക്കണം. ഞാൻ കുറേ നാളായി എക്സസൈസ്. I'm also coming. ഗൈസ്, നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. ഈ വീഡിയോ മൊത്തം എൻ്റെ അണക്കലാണ്. അത്രയും എഫേർട്ട് ഇട്ടിട്ട് വെള്ളം പോലും കുടിക്കാണ്ടൊക്കെയാണ് നമ്മൾ കയറുന്നത്. അപ്പം അതിൻ്റെ ഇതാണ്. അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമുക്ക് ആ മോളി വരെ പോകണം. നമ്മൾ കണ്ടോ മദർ മുകളിൽ ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ കൂട്ടാ? ലോ ലോ ലാബഡേ അവിടെ വരെ പോയാൽ മതിയാ? ടയേർഡായോ കൂട്ടാ? ഒട്ടുമില്ല എന്നൊക്കെ. ഗൈസ്, നമ്മളപ്പോൾ അതിസാഹസികമായിട്ട് കല്ലുകളുടെയൊക്കെ മുകളിൽ കൂടെ ഇടയിൽ കൂടെ ഒക്കെ കയറി നടക്കുകയാണ്. എപ്പോൾ എത്തും, എത്ര സമയം കൊണ്ട് എത്തും എന്നൊന്നും അറിയാൻ പാടില്ല. യെസ്, നോക്കൂ നോക്കൂ കാണൂ ഈ പ്രപഞ്ചം. വാവ് വാവ്, ദിസ് ഈസ് സോ ഗുഡ്. യാ, ഹെവൻ ഇൻ എർത്ത്. ശരി, ഇന്ന്
നമ്മൾ നടന്ന് വയ്യാണ്ടായെങ്കിലും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസെങ്കിലും പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തൂലൊന്നും പറഞ്ഞിട്ട് കുറച്ച് ഓടിയതാണ്. നടക്കണേക്കാളും ഭേദം. അങ്ങനെ ഓടി ഓടി പട്ടി അതൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ. ദിസ് ഈസ് സോ ഗുഡ്, ബ്യൂട്ടിഫുൾ. അധികം പോലെ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകണ്ട അധികം. ഗൈസ് ഈ വ്യൂ ഒക്കെ നോക്കൂ, എന്ത് രസമാണല്ലേ. ഫുൾ പച്ചപ്പും ആ സ്കൈയും ഫുൾ മൗണ്ടെയിൻസ് ഒക്കെ ആയിട്ട് ഒരു രക്ഷയില്ല, അടിപൊളിക്ക് എന്താ പറയുക. അത് അവിടെ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് മറ്റേ ശങ്കരാചാര്യൻ്റെ ഈ സംഭവം. നോക്കൂ ഗൈസ്, അവിടെ നോക്കൂ. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അമ്മയ്ക്കും കുറേ പേർക്കൊക്കെ ഫോട്ടോ എടുത്ത് കൊടുത്തു. പിന്നെ ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഗൈസ് പെട്ടെന്ന് മുകളിൽ കയറി പോകുന്നത്. ഇങ്ങനെ കുറേ വീഡിയോ എടുത്തെടുത്ത് പോണോണ്ടാണ് നമ്മൾ മുകളിലെത്താൻ ലേറ്റ് ആവുന്നത്. ഇതൊക്കെ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തെടുക്കും ഗൈസ്. ഗൈസ് വരൂ. ഇതാണ് ഗൈസ് എൻ്റെ ട്രെക്കിംഗ് പാർട്ണർ ദിയ. അടിപൊളി കൊച്ചാണ്ട. ഏയ് യു ഗൈസ് വരൂ. യൂട്യൂബ് ബ്രൂട്ടസ്. നല്ല ആൾക്കാരാ ട്രക്കിങ്ങിന് വന്നേക്കാണ് മുണ്ടൊക്കെ കൊടുത്തിട്ട്. ട്രക്കിംഗ് മുണ്ട് പീപ്പിൾ. വഴിയൊക്കെ നോക്കൂ ഗൈസ്, കൊള്ളാലേ. നൈസ്. ചാടു, പോകൂ. അയ്യോ പൊളി. എടാ അത് സൂര്യന്റെ പ്രകാശം കേൾക്കുന്നില്ല. ഗൈസ് ഈ വ്യൂ കണ്ടില്ലേ, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. എന്താല്ലേ അടിപൊളി. ഈ വഴി കണ്ടോ ഗൈസ്, എല്ലായിടത്തും ഇല്ല ഇതുപോലെ. ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ കുഴി പോലത്തെ. അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് നടക്കാം. അവിടെ നിൽക്കാണ്ട് പോയേ. പിള്ളേര് ഇങ്ങനെ അപ്പുറത്ത് കൊക്കെയാണ്, എന്നാലും അവരിങ്ങനെ അങ്ങോട്ടേക്കൊക്കെ നോക്കി നിൽക്കുകയാണ് ഭയങ്കര ഹൈറ്റിൽ. നമുക്ക് കാണുമ്പോൾ പേടിയാവും. നമ്മളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവരാണെങ്കിൽ ഓടിച്ചാടിയാ നടക്കണം. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് കൊക്കയിലോട്ട് നോക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ വീഴാൻ പോണോലൊക്കെ തോന്നും. ഗൈസ് ഞാൻ ബാക്കി വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. വഴി കുറച്ച് ഭയങ്കര ടാസ്ക്കാണ്. കാണിച്ചു തരാം. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ വ്യൂ നോക്ക്. കണ്ടോ ഗൈസ് വ്യൂ. ദിസ് ഈസ് ബെറ്റർ. ദിസ് വേ ഈസ് മോർ ബെറ്റർ. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഈ കുഴിയുള്ള പോലത്തെ വഴി കൂടെ നടക്കാമെന്ന്. പക്ഷെ നമ്മുടെ ഇടയ്ക്ക് കുഴി കഴിയുമ്പോൾ കയറേണ്ടി വരുന്നു മാത്രം. നടക്കും മക്കളെ. ഞാൻ പിന്നെ ഈ വഴിക്കൂടെ നടക്കാനുള്ള കാരണം അപ്പുറത്ത് കൊക്കയുടെ സൈഡിൽ കൂടെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പേടിയാവും. അതുകൊണ്ടാണ് കൂടെ കയറാം. എടാ കളിക്കല്ലേ, നടന്നേ. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും എത്ര വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും ഞാൻ വീണ്ടും അവിടെ നിർത്തിയിട്ട് ഓരോ വ്യൂ കാണുമ്പോഴും എനിക്കത് എടുത്തിട്ട് മതിയാവുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മുകളിലെത്താനായിട്ട് ലേറ്റ് ആവുന്നത്. ഗൈസ് നമുക്ക് ഇനി അവിടം വരെ പോകണം ഗൈസ്. നമ്മൾ വിരിച്ച് ഇവിടം വരെ ഉണ്ടാവുള്ളൂ. നോക്ക് അവിടെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് ഗൈസ്. കുറച്ച് അതെ തണുപ്പുണ്ട്, ചൂടുണ്ട്. വെയിലിൻ്റെ ചൂട് പൊള്ളൽ പ്ലസ് തണുപ്പിൻ്റെ സുഖം ഈ കാറ്റടിക്കുമ്പോൾ. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എടാ എന്താടാ നീ ഇങ്ങനെ നടക്കണേ? ഇനി കുട്ടിപ്പട്ടാളങ്ങളുടെ ഒപ്പം നടക്കണോണ്ട് രസമുണ്ട് കേട്ടാ. പൊളിയില്ലേ ക്യാമിലോക്ക്. എനിക്ക് പിള്ളേരെയാണ് പേടി, അവരെന്തെങ്കിലും ഒരു ചെയ്യും. ഓ മൈ ഗോഡ്. നിങ്ങൾ ലെഫ്റ്റിൽ നടക്കണം കേട്ടോ. നിങ്ങൾ റൈറ്റ് സൈഡിൽ നടന്നാൽ മതി. അവിടെ വരെ പോണം. എനിക്ക് അവിടെ ഇത്ര സീനില്ലാന്ന് കണ്ടിട്ട്. ദിസ് ഈസ് സോ അഡ്വെഞ്ചറസ് ഗൈസ്. നിങ്ങളെല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും. വരുന്ന വഴികൾ, പിന്നെ നമ്മൾ ആ സർവജ്ഞ പീഠത്തിലോട്ട് പോകുന്ന
യാത്രകൾ ഇറ്റ്സ് സോ ഗുഡ്, സോ ഗുഡ്. വന്നില്ലെങ്കിൽ ഇവിടെ കയറണം. അതെ, വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനെ. ഓ വ്യൂ നോക്ക് എൻ്റെ മോനെ, സീൻ. നമ്മളാകെ ടയേർഡായി ആക്ച്വലി. ഫേസൊക്കെ എന്താ പറയുക വേർത്തിട്ട് ഒരുമാതിരിയൊക്കെ ആയി. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ആ ഫസ്റ്റ് ടൈം പോകണോണ്ട് പിന്നെ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു പോകണോണ്ട് നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമുക്കങ്ങനെ ബോറടി ഒന്നുമില്ല, കുറച്ച് ടയേർഡ് ആവുന്നുള്ളൂ. അതെ ചേട്ടി ഇവരോട് കുറച്ച് ശ്രദ്ധിച്ചടക്കാൻ പറയട്ടാ. ദൈവം നടക്കണോക്കെ ഡാ ഇങ്ങോട്ട് വന്നേ. ആ ആ എനിക്ക് കാണാനൊന്നും പറ്റൊന്നുമില്ല. പിന്നെ ജീവനെ കൊതിയുള്ളവരൊന്നും ആരും ചാടില്ല. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല വ്യൂ ആയിരിക്കും guys. നൈസ്. നമ്മളിങ്ങനെ പയ്യാണ് പോണെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. വേണ്ട ഇവിടെ അത്ര സീനില്ല, ഞാൻ പറഞ്ഞില്ലേ. ദൂരെ നിന്ന് കണ്ടപ്പോൾ തോന്നി. ഐ മീൻ മുകളിലോട്ടുണ്ടെങ്കിലും പ്ലെയിൻ അല്ലേ. മങ്കീസ് ഓടിച്ചാടി വരുന്നു. യു മങ്കി പീപ്പിൾ നോക്കൂ, ഇവിടെ വന്നിരുന്നു. അങ്ങ് നോക്കൂ, ആ വ്യൂ നോക്കൂ. ഓ എൻ്റെ പൊന്ന. ഓ ഫോണിൽ അത്ര രസമില്ലെങ്കിലും നേരിട്ട് രക്ഷയില്ല. ആ ഇതൊക്കെ കണ്ട റിവർ. അവിടെ ഇവിടെ എന്താണ് പറയണ ഇതുണ്ട്, എൻ്റെ ഇവിടം വരെ ഉണ്ട്. ഫാം ആട്ടുണ്ട് അവിടെ. വാ കണ്ടിന്യൂ വന്നത്. ഞങ്ങളെ ഫ്രണ്ടിൽ നടന്നു, അതാണ് നല്ലത്. ബാക്കിലാണെങ്കിലേ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓ അപ്പുറത്ത് കുഴി. വരൂ കൂട്ടാ, നമ്മൾ നിർത്താതെ പെട്ടെന്ന് പോവാം. വാവ് വാട്ട് എ റോഡ്. എന്റെ ഒരു ചെറിയ നൈസ്. എനിക്കിത് മഴയൊക്കെ ഷൂട്ട് ചെയ്യണം. കേസി വരി കണ്ടോ, നല്ല രസമല്ലേ. ആ ഇടയ്ക്ക് ആ ഒരു സൺറൈസ് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ്, നല്ല രസമുണ്ട്. അപ്പോഴാണ് ഒരു ചേട്ടൻ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് പോകണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ടയേർഡായില്ലേ, കുറേ നേരമായിട്ട് നടക്കില്ലേ. അപ്പോൾ നമ്മൾ ഫുഡും ഇതൊന്നും കഴിക്കാണ്ട് ചിലവരുടെ ബോഡി പെട്ടെന്ന് വീക്കാവും. ഗായ്സ് വഴിയൊക്കെ എൻ്റെ പൊന്നോ അടിപൊളിയല്ലേ. നോക്ക് ഇവിടെ നോക്ക്. ആ രണ്ട് കാടിൻ്റെ ഇടയിൽ ആ ഒരു ലൈറ്റ് വന്നിട്ട് നല്ല രസമില്ലേ. ഈ ഫ്രഷ് എന്നൊക്കെ പറയില്ലേ, അത് ഇവിടെ വരണം. നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ട്രെക്കിംഗ് പാർട്ണർ ദിയ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാനും ദിയ മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ പയ്യെ എൻജോയ് ചെയ്ത് പോവുകയാണ്. ബാക്കി എല്ലാവരും പോയിട്ടാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ദിയക്കാണെങ്കിൽ ഈ നേച്ചർ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ പോയപ്പോഴാണെങ്കിൽ വന്നപ്പോഴൊക്കെ എനിക്ക് ഒരുമിച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ദിയയുടെ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനിയായി അന്നത്തെ ആ ഒരു ട്രെക്കിങ്ങോടുകൂടി. ഈ പോയവരൊക്കെ മലയാളീസാണ് കേട്ടോ. നേച്ചർ ഹീൽസ്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല നമ്മൾ എത്ര നടക്കണം എന്ന്. ഇനി എന്തായാലും അതെ അല്ല എന്തായാലും തിരിച്ചിരി കൂടെ തന്നെയല്ലേ അവർ വരുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ അമ്മ ഇപ്പൊ കയറിയേനെ. ദിയാണെങ്കിൽ ഇവർ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ മഴ വരാതിരുന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് പോകണായിട്ട്. അപ്പം മനസ്സിലായി മലയാളീസാണ്. ഗായ്സ് വെള്ളത്തിന് കൊടുക്കത്ത തണുപ്പ് പൊളിയില്ലേ. എനിക്കതേ ചെരുപ്പിൻ്റെ ഇടയിൽ കൂടെ കാലിൽ വെള്ളം ടച്ച് ആയപ്പോഴാണ് മനസ്സിലായത്. നല്ല അമ്മേ ഫോൺ പിടിച്ച് വീഡിയോ എടുക്കാനും നടക്കാനും കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. പക്ഷേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാനാണ് ഇതൊക്കെ എടുക്കുന്നത്. ഫോർ യു സബ്സ്ക്രൈബേഴ്സ് ഗൈസ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് കഷ്ടപ്പെട്ട്. ലെഫ്റ്റ് അവന് പോടാ. അതെ അവിടെ കുറേ പൂക്കളുണ്ട് ഗൈസ്. പക്ഷെ ഫോണിൽ ഭംഗിയില്ല, നേരിട്ട് പോയി എടുത്താൽ എൻ്റെ അമ്മ തല്ലിക്കൊല്ലും. വേറൊന്നുമല്ല, എൻ്റെ അമ്മയൊക്കെ എവിടെ പോയി എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എവിടെയോ പോയി. നമ്മളിവിടെ ഇങ്ങനെ ആടിപ്പാടി പ്രകൃതിയും കണ്ട് പയ്യൊക്കെയാണ് പോകുന്നത്.
ആ ലെഫ്റ്റ് റൈറ്റ് ചോദിച്ചാൽ നാളെ രാത്രി ആകുമ്പോഴേക്കും വീട്ടിലെത്താം നമുക്ക്. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റിൽ പോകണോ റൈറ്റിൽ പോകണോ? ഇവിടെ രണ്ടുപേര് ലെഫ്റ്റിൽ പോകണോ റൈറ്റിൽ പോകണോ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് പറഞ്ഞാലേ അവർ ലെഫ്റ്റിൽ പോകുള്ളൂ, റൈറ്റ് പറഞ്ഞാലേ റൈറ്റിൽ പോകുള്ളൂ. കണ്ടിട്ടില്ല. സോ ഫോർ യു ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഓഫ് എൻ്റെ അമ്മയും അവരൊക്കെ എവിടെ എത്തിയെന്നും കൂടി അറിയില്ല. നമ്മൾ എന്തൊക്കെയോ ഈ വഴി കൂടെ പോണു. ഗൈസ് ഒരു പൂക്കൾ കാണിച്ചു തരാം. നേരിട്ട് കണ്ടാൽ മാത്രം അതെ ഗൈസ്, ഫോണിലൊന്നും അത്ര ഭംഗിയില്ല, പക്ഷെ നേരിട്ട് വേറെ ലെവലാണ്. ഓ ഇതിൽ കൂടെ പോകാൻ പറ്റും. മറ്റേ ആ ഇത് പോണോ അല്ലേ? ലെഫ്റ്റിൽ കൂടെ പോണോ റൈറ്റിൽ കൂടെ പോണോ? ഇതായിരിക്കും അവർ ഉദ്ദേശിച്ച ലെഫ്റ്റും റൈറ്റും. നീ ലോങ് കട്ടിൽ കൂടെ പോയാൽ മതി. അവൻ്റെ കുറെ നേരെ ഷോർട്ട് കട്ടെന്നും വേണ്ടി ഇതുവരെ എത്തിയില്ല. എനിക്കും തോന്നുന്നുണ്ട് നമുക്ക് അവിടെ വല്ല വെള്ളം ഉണ്ടെങ്കിൽ അവിടെ പോയി കാലിട്ടിരിക്കുകയായിരുന്നു. ഗൈസ് ഞാനിനി മുകളിലെത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം തന്നെ എത്തുന്നു തോന്നുന്നു. ഫോണിൽ ചാർജ് ഇല്ല. ഗൈസ് നമ്മൾ മുകളിലെത്തിയതോ എൻ്റെ സുഹൃത്തുക്കൾ. ഹേ ബഡീസ്, ആണോ ഇനിയുണ്ടോ കയറാൻ? ഇതെന്താണ് അക്ഷയപാത്രം പോലെ തീരുന്നില്ലല്ലോ. ഞങ്ങൾ എൻജോയ് ചെയ്ത് വരാണ് നിങ്ങളുടെ പോലെ. യുനോ വരൂ പിള്ളേര്, യു മങ്കീസ് വരൂ. ഗൈസ് എനിക്ക് അങ്ങോട്ട് ഇനിയും പോകണം ഗൈസ്, ഇതിനൊരു അവസാനമില്ല. അപ്പം ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല, ഇല്ലെങ്കിൽ ബൈ. ടൈം എടുക്കും ഗൈസ്, ഞാൻ വീഡിയോ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാണിക്കാം. ഈ വഴിക്കൂടെയൊക്കെയാണ് എനിക്ക് പോകേണ്ടത്. ഗൈസ് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചെങ്കിൽ ഫോണാണെങ്കിൽ ബാറ്ററി സെയിം മുകളിലാണ് വെറും 5-10% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഡെഡ് ആവുന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ ഓരോ വ്യൂ കാണുമ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഫോൺ ഡെഡ് ആവുമ്പോൾ ഡെഡ് ആവട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത്. നമ്മുടെ വണ്ടി വൈകി, നമ്മളെല്ലാവരേക്കാ ഫസ്റ്റ് വന്നിട്ട് ഇപ്പം നമ്മൾ ലാസ്റ്റായി. നമ്മളേക്കാ മുമ്പ് വന്നവരൊക്കെ ഇതേ പോണ്. അതെ ഞങ്ങളെ അതെ അല്ല ഞങ്ങള് മനപ്പൂർവ്വം പയ്യ വന്നതാ. നിങ്ങളുടെ പ്രാക്കാന്ന് വന്നിട്ട് നമ്മൾ ഇപ്പോഴും മുകളിൽ എത്തിയിട്ടില്ല. അയ്യോ ദേ അവനെ ഓടിയിട്ടാണോ? ഈ വ്യൂ നോക്ക് ഗൈസ്, വെറുതെ അല്ല ഞാൻ മുകളിലെത്താത്ത. ഇതൊക്കെ ഫോൺ എടുത്തറിയണല്ല, ആകെപ്പാടുള്ള ഫോൺ ഇത്തിരി പെർസെൻറ്റേജ് ഉണ്ട്. വന്നേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കാണിച്ചു കൊടുക്കാനാണ്. ദൈവത്തിനറിയാം. വന്നേ എത്തിയാ ആ ശരിയെങ്കിൽ ഓക്കെ ബൈ. അവരോട് എത്ര പറഞ്ഞാലും കേൾക്കൂല. കുറച്ച് ദൂരം കൂടി ഉള്ളൂന്ന് വിശ്വസിക്കുന്നു, നമ്മളെത്തുന്നു വിശ്വസിക്കുന്നു. എനിക്കറിയാൻ പാടില്ല എത്ര നേരം നടക്കണമെന്ന്. ഓക്കെ എൻ്റെ ഫോൺ ചാവാറയെന്ന് ഒന്നുണ്ട് ഗൈസ്. ഈ വ്യൂ നോക്കൂ. കമ്മിങ് ഡോ. ഗൈസ് എന്നെ ചീത്ത വിളിക്കുന്നു, ഞാൻ ബാക്കി മീൻ എടുക്കാം. വെള്ളപ്പൊക്കം ഗൈസ്, വെള്ളപ്പൊക്കം. ഇപ്പൊ ചവറായി, അതിന് മുമ്പ് എല്ലാം എടുക്കട്ടെ. ഗൈസ് നമ്മളെത്താൻ പോണു ഗൈസ്, നമ്മളെത്താൻ പോണു. ഓടി ഓടി. യെസ് വി ആർ. യെസ് 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 യെസ്. ഏതോ ആരേക്ക് വായ നോക്കിയാണ്, അവൻ ചോദിച്ചിട്ട് തരുന്നില്ല. അല്ല ഞാൻ ഓ മനസ്സിലായി. വാ നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നു. വെറും സെക്കൻഡ്. ഞാൻ വിടും. കട്ട് ചെയ്യണടാ, നിന്നെയൊക്കെ ഞാൻ ഫേമസ് ആക്കും എല്ലാരും. അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തി ഗൈസ്. സർവജ്ഞ പീഠത്തിൽ നമ്മൾ എത്തി ഗൈസ്. എത്തി. അവന്റെ വായനോട്ടം തീർന്നില്ല ഗൈസ്. എത്തി എത്തി നമ്മളെത്തി എത്തി. യെസ്
ഞാൻ ഇതുവരെ വീഡിയോ എടുത്തു. സോ ഗുഡ്. ഔട്ട് ഓഫ് മൈ സെൽഫ്. ഓ എൻ്റെ അമ്മേ. ഇപ്പൊ തന്നെ ഇറങ്ങാം. പോകും എടുക്കണ്ടല്ലോ, വീഡിയോ വന്നപ്പോ എടുത്തു. ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ സർവജ്ഞ പീഠം. ഗൈസ് ഞാൻ ഇപ്പോൾ ഇവിടെ തൊഴുവാൻ പോയാണ്. എൻ്റെ അമ്മ അതാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ വന്നിട്ട് ഫുൾ വീഡിയോസ് തന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പോയി തൊഴുതിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കണ്ടതിന് ശേഷം പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോഗ്രാഫി ഞാൻ ഫോട്ടോസ് എടുത്ത് കൊടുക്കണൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങി നടന്നു. എൻ്റെ എനിക്ക് ഫേസ് ഇരിക്കണുണ്ടോ ഗൈസ്, ഓവർ ബ്രൈറ്റ്നെസ് ആയിട്ടാണ് തോന്നുന്നത്. എന്നെയാണെങ്കിൽ എൻ്റെ അമ്മ ചീത്ത പറയണം, പെട്ടെന്ന് വരാൻ പറഞ്ഞവർ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനും തീയെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിക്കൊണ്ടിരിക്കും. നോ മേം അത്രക്കായി നഹി ഹേ. നമുക്ക് ഇത് കൂടെ പോവാം. ഞാൻ അങ്കിളുടെ പറയും. നമ്മൾ ഈ എക്കോ ഒക്കെ മലയുടെ മുകളിലൊക്കെ പോയിട്ട് വച്ചെടുക്കില്ലേ, അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചു. എക്കോ ഒന്നും വന്നില്ല കേട്ടോ ഗൈസ്. നമ്മൾ ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് വന്നിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട്. എൻ്റെ അമ്മയാണെങ്കിൽ ഫോൺ വിളിച്ച് നടന്നിട്ട് ഞാൻ ചീത്ത പറയണം അമ്മേനെ. എനിക്ക് പേടിയായി. അമ്മ ഫോൺ വിളിച്ച് നടന്നിട്ട് സൈഡിലാണെങ്കിൽ കൊക്ക, എനിക്ക് പേടിയായി. എന്നിട്ട് അമ്മ ചീത്തയൊക്കെ പറഞ്ഞേ. എന്നിട്ട് നമ്മളപ്പോൾ ഇറങ്ങുകയാണ് പയ്യെ എല്ലാവരും കൂടി. ഇപ്പം നമ്മൾ വന്നപ്പം നമ്മൾ 2 പേരും 2-3 പേരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോയപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ടീം നമ്മൾ വന്ന ആ ഒരു ജീപ്പിലുള്ളവരൊക്കെ ഒരുമിച്ചാണ് പോകണം. ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. ഞാനപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇല്ലെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് പോവാൻ പറ്റില്ല ഗൈസ്. എൻ്റെ ഫോണാണെങ്കിൽ ഡെഡാണ്, 8% അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. നമ്മൾ താഴേക്ക് പോവുകയാണ്. നമുക്കപ്പോൾ താഴെ കറക്റ്റ് സമയത്തിന് എത്തണം. വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിനാൽ എത്താൻ പറ്റില്ല. സോ ബൈ, സി യു ഗൈസ് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. എവിടെ ബൈ പറ. ബൈ.